ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് ബ്രഷസ് ആൻഡ് ബീഡ്സ് എന്നാണ് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും ആ യൂട്യൂബ് ചാനൽ അറിഞ്ഞിടാത്തവരായിട്ട് ആരും കാണില്ല. എന്നാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പാക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പോയി കാണുക. അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ഡയറിയാണ്. ഈ ഇടയ്ക്കൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിയതാണ്. ഇതാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിയ ഡയറി. ബട്ട് മൈ ജേർണൽ എന്നൊക്കെ എഴുതി നല്ല ക്യൂട്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും ഇതേപോലത്തെ ജേർണൽ ബിലോങ്സ് ബൈ ടു സിയാഷ എന്നൊക്കെ പറഞ്ഞ് എഴുതി കുറച്ച് സ്റ്റിക്കർ പിക്ചേഴ്സൊക്കെ വരച്ചു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡയറി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2 ജേർണലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടെ ചെയ്തു തന്നു. എനിക്ക് 100 രൂപയാണ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെലിവറി ചാർജ് 14 റുപ്പീസ്. അപ്പോൾ ടോട്ടലി എനിക്ക് ആയിട്ടുണ്ടായിരുന്ന 140 രൂപയാണ് ഇത്രയും സാധനങ്ങൾക്ക് കേട്ടോ ഗീസ്. അപ്പം അതെന്തായാലും നല്ലതാണ്. എന്തായാലും പോയിരുന്നു പ്രോഫിറ്റാണ് ഗീസ്. അപ്പം എന്തായാലും പോയിരുന്നു നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് ഞാനാണ് ഫസ്റ്റ് കസ്റ്റമർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഇത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ബ്രഷസ് ആൻഡ് ബീഡ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചാനൽ ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു വീഡിയോയിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്യാനുള്ളവർക്ക് ആ നമ്പറിൽ ഓർഡർ ചെയ്യാമെന്നും. അപ്പോൾ അതിലുള്ള സാധനവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും താങ്ക്സ്. കാരണം കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വാച്ച് ലോഗ്, മന്ത്ലി റീസെറ്റ്, എന്തായാലും കുറേ സാധനങ്ങൾ എനിക്ക് ഇത് വഴി കിട്ടി ഗൈസ്. അപ്പം എന്തായാലും അടുത്ത മാസം തൊട്ട് ഞാനൊന്ന് ജേർണലൊക്കെ ചെയ്ത് സെറ്റാകാം. അപ്പോൾ എന്തായാലും ബുള്ളറ്റ് ജേർണൽ അടുത്ത മാസം തൊട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പേപ്പർ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാണ്. മണി ട്രാക്കറുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആകെ ബാക്കി വന്ന കുറച്ച് പേജായിരുന്നു. ഇത് 2 ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഓർഡർ ചെയ്തില്ലേ മൈ ജേർണലിൽ നിന്ന് ആദ്യം പറഞ്ഞ് എഴുതിയിരുന്നത് ഒരു കവായി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അത് ഞാൻ ഓർഡർ ചെയ്ത് ഇത് നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ ഗീസ്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇതും ഭംഗിയുണ്ടായിരുന്നു. ബട്ട് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട മറ്റതാണ് കേട്ടോ ഗീസ്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ബ്ലാങ്ക് ബാഗ്സ് ഇതായിരുന്നു. ആദ്യം ഞാൻ വാങ്ങിയാൽ A4 സൈസ് പേപ്പറായിരുന്നു. രണ്ടാമത് നമ്മൾ ഈ ഒരു ഇപ്പോൾ കാണിക്കുന്നില്ലേ ആ ഒരു ഇതിൽ ഡോട്ടഡ് ലൈൻസ് ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും നല്ലൊരു ഇതാണ്. 2025 കുറച്ച് ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗുഡീസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു ഇതിൽ പൊതിഞ്ഞാണ് തന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഒരു സാധനത്തിൻ്റെ ഉപയോഗം ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഇതേപോലത്തെ ഒരു ബ്ലൂ ഇങ്ക് പെൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് നല്ലൊരു ക്യൂട്ട് പെന്നാണ് കേട്ടോ ഗൈസ്. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പണ്ട് ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ എന്തോ എഴുതാനൊക്കെ യൂസ് ചെയ്ത് അതങ്ങ് പോയി ഗൈസ്. അപ്പം എന്തായാലും ഞാൻ ലൈക്ക് എന്നൊക്കെ എഴുതി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ക്യൂട്ട് പേൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയി ഓർഡർ ചെയ്തോ, നല്ലൊരു ഇതാണ്. പിന്നെ എന്തായാലും പോയി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ്, ബ്രഷസ് ആൻഡ് ബീഡ്സ്, നല്ലൊരു ചാനലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലത്തെ ആദ്യം ഒരു താങ്ക് യു കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചു തരാനാണ് ഇത്രയും നേരം വെച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ ഓർഡറിങ്. ദേ ആർ സോ മൈ ഫസ്റ്റ് സെയിൽസ്, സോ യു ആർ ഓൾവേസ് ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അടുത്ത് ഇതേപോലത്തെ ഒരു പോക്കറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു പൗച്ച്. അത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കി. ഇതെല്ലാം ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം നമ്മൾ ഇതിനകത്തുണ്ടായിരുന്ന ഇതേപോലത്തെ ഒരു കുറച്ച് സ്റ്റിക്കേഴ്സായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ കുറേ സപ്ലീസ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പർപ്പിൾ ജേർണൽ കിറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടിയത് അതിലുള്ള സംഭവമായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാനാണെങ്കിൽ പറഞ്ഞു വന്നത് അവരുടെ ആദ്യത്തെ ഓർഡറായിരുന്നു. അപ്പം എന്തായാലും അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഒരു കാർഡ്ബോർഡിലൊക്കെ ആക്കിയിട്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കാർഡ്ബോർഡ് ഇത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോയ സമയത്താണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. രാവിലെ വരുമല്ലോ പോസ്റ്റ്. അപ്പം വീട്ടിൽ കൊണ്ട് തന്നു. അപ്പം അങ്ങനെ വീട്ടിൽ കൊണ്ട് തിരുവനന്തപുരത്തൊക്കെ വീട്ടിൽ കൊണ്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ട് തന്നു. അപ്പോൾ കൊണ്ട് തന്നപ്പോഴത്തേക്കും ഞാനിവിടെ വീട്ടിലില്ലായിരുന്നു, സ്കൂളിൽ പോയായിരുന്നു. അപ്പം നമുക്ക് വേണ്ടി ഒരു പോസ്റ്റൊക്കെ വരുമ്പം നമ്മളെ പേരൻസിന് ഭയങ്കര ഇതായിരിക്കും, ഇതിനകത്ത് എന്തായിരിക്കും എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പം വീണ്ടും ഒന്ന് സെറ്റാക്കി എടുത്ത് ഒന്ന് ഇതാക്കിയാണ് ചെയ്തത്. ഒരു മെമ്മോ പാഡ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ജേർണൽ സപ്ലൈസ്, പിന്നെ ഇതേപോലത്തെ ഒരു ഫ്രെയിം പോലത്തെ ഒരു സംഭവം, മെമ്മോ പാഡ്, പിന്നെ കുറച്ച് സീനറി പിക്സ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പൂച്ചയ്ക്ക് ഇരിക്കുന്നില്ലേ ആ ഒരു സംഭവം. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു കലണ്ടർ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കലണ്ടർ മൊത്തത്തിൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതും എന്തായാലും താങ്ക്സ്. അപ്പം ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. സപ്ലീസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ബട്ട് ആ കലണ്ടർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. അതെന്തായാലും സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ജേർണൽ ഡയറി ഇപ്പോൾ എടുത്ത് എന്തിനാണെന്നറിയാമോ? ഈ ഒരു കവർ കണ്ടോ? ഇത് നമ്മളെ
കവറാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യൂട്ട് പിക്ക് കാണുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്കിലൊക്കെ ഇടാൻ പറ്റും. ഈ ക്യൂട്ട് പിക്ക് എനിക്ക് കാണണമെന്ന് തന്നെ ഞാനിത് പൊടിയടിക്കാതൊക്കെ ആയിരിക്കില്ലേ, അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതെന്ന് വെച്ചാൽ എനിക്കിത് ഈ ക്യൂട്ട് പിക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇതിൽ കൂടെ നെറ്റ് വന്നപ്പോൾ എനിക്ക് വലിയ ഇതായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമലായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറൊരു ബുക്കിലൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ബുക്ക് കവറും തന്നിട്ടുണ്ട്. എന്തായാലും താങ്ക്സ്. അതും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതേപോലെയാണ് ബുക്ക് കവറൊക്കെ ഇട്ട് കിട്ടുന്നത്. ബാക്ക് സൈഡ് നല്ല ഭംഗിയായിരുന്നു ബുക്ക് കവർ ഇട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എന്തായാലും അവിടെ പോയി ഒന്ന് വാങ്ങുക. എന്തായാലും അവർ ഇത് കഴിഞ്ഞിട്ടില്ല. ആ വെറും 140 രൂപയുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും പോയി ഒന്ന് ഓർഡർ ചെയ്ത് നോക്ക്. പൊളിയാണ് ഗൈസ്. അപ്പം എന്തായാലും അതിൽ പാക്കിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരിക്കണം ബെല്ലൈക്കൻ അടിച്ച് പഠിച്ചോ. അടുത്ത വീഡിയോയിൽ പിന്നെ ഇടണം. ബൈ ബൈ.